ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, അവരുടെ കറന്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? ട്രൂത്ത് വന്നിട്ടുണ്ട്. മൂവ്മെന്റ്, ചോയ്സ്, ഡിസിഷൻ. Headache and loss. Partnership and alignedness. Deception and envy ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? ക്യൂൻ ഓഫ് സോർട്സ് ആണ്. ഇത് ഒരുപാട് കാർഡ്സ് വീണുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. Knight of Wands, Seven of Swords, Justice reversed ആണ്. Hermit വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ദ ഹയറോഫൻ കാർഡ് റിവേഴ്സ്ഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഈ ഒരു കാർഡ്സില് ഇവിടെ ജസ്റ്റിസ് റിവേഴ്സ്ഡും അതുപോലെ തന്നെ ഇവിടെ ട്രൂത്ത് വന്നിട്ടുള്ളത് അപ്രൈറ്റുമാണ്. അതായത് ജഡ്ജ്മെന്റും ജസ്റ്റിസും വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടേണ്ട നീതി ഇവിടെ ഒരു നെഗറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ ഇപ്പൊ നോക്കുമ്പം അവർക്കൊരു ചോയ്സ് എടുക്കാൻ പറ്റുന്നില്ല, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ആകെ കൂടെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇവിടെ അവർക്ക് ഒരു സെലക്ഷൻ ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ ഏതിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആണ് ഇവിടെ ഉള്ളത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ സിറ്റുവേഷനിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓൺ ഓഫ് റിലേഷൻഷിപ്പ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്, ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇപ്പത്തെ അവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജ് എന്ന് തന്നെ പറയാം. അതായത് എല്ലാം കൊണ്ടും അവർ തളർന്നിരിക്കുന്ന ഒരു രീതിയാണ്. സമൂഹത്തിലേക്ക് നോക്കുമ്പം അവർ ചിരിച്ചു കാണിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ തളർന്നിരിക്കുകയാണ്. അവർക്ക് നിങ്ങളില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അവരിപ്പം ചിന്തിക്കുകയാണ്. സോ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് എത്രത്തോളം അവരെ കെയർ ചെയ്തിരുന്നോ ആ ഒരു കെയറിങ് ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ ക്യൂൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്.
സ്റ്റെബിലിറ്റി ഇല്ല, അവരുടെ ലൈഫിൽ ഇപ്പം ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻ, അവരിപ്പോൾ ഫേസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ഒരു സ്റ്റെബിലിറ്റി അവർക്ക് കിട്ടുന്നില്ല. അവർ ട്രൈ ചെയ്യുന്നുണ്ട്, അവർക്ക് പറ്റുന്ന അത്ര എഫേർട്ട് അവർ എടുക്കുന്നുണ്ട്. എത്ര മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയ്ക്ക് മുന്നോട്ട് പോയിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ലൈഫിന്റെ അടുത്ത്. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്കൊരു സ്റ്റെബിലിറ്റി കിട്ടാത്തൊരവസ്ഥയാണ് അവരിപ്പം ഫേസ് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുമ്പം അവർ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് എത്രത്തോളം ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം അവരെ കെയർ ചെയ്തിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു, ഇതൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്ന കാര്യം. ഓക്കെ, പക്ഷേ ഇവിടെ ജസ്റ്റിസ് റിവേഴ്സ്ഡ് വന്നതുകൊണ്ട് തന്നെ പറയാം, ഇവിടെ നിങ്ങൾക്ക് നീതി കിട്ടുന്നത് ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കും. കാരണം ഇവിടെ ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഒറാക്കിൾ കാർഡ്സിൽ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഡിസെപ്ഷൻ ആൻഡ് എൻവി ആണ്. നിങ്ങളെ വഞ്ചിച്ചിട്ടുള്ള ഒരാള് തന്നെയാണ്. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വന്ന് കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഇത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ അവർക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ചില വ്യക്തികൾ ഉണ്ടാകും. അപ്പോ അവർക്ക് അങ്ങോട്ട് ചെന്നേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകുക. വളരെ ഇമോഷണലി ഒക്കെ ഡാം ആകുന്ന ഒരാളാണിത്. പെട്ടെന്ന് തന്നെ അവർക്ക് ചെറിയൊരു കാര്യം കിട്ടുമ്പോൾ തന്നെ, അതായത് ഇപ്പൊ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ട്രാപ്പിൽ ഇവര് പെട്ടുപോയതാണെന്നും പറയാം. കാരണം അവര് എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇമോഷണലി ഡാം ചെയ്യുമ്പോഴത്തേക്കും, അങ്ങനെ ഒരു പറയുമ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് അവര് ഡൗൺ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ. ആൻഡ് അതുപോലെ തന്നെ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പുറത്തെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താകും, ഇനി നിങ്ങളുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ, രണ്ട് കൂട്ടരെയും അവർക്ക് വേദനിപ്പിക്കാൻ പറ്റില്ല. അവരുടെ സിറ്റുവേഷൻ എന്താണെങ്കിലും ആ രണ്ട് സിറ്റുവേഷനും അവർക്ക് വേണം. പക്ഷെ അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും. ഇപ്പം അതിനുള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നില്ല. ഇത് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ സാധിക്കില്ല, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല, ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. ഇനി ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അടുത്ത് ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാകില്ല. ഓക്കെ, അപ്പൊ ഇവര് മനസ്സിൽ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന കാര്യമാണ്, ഇപ്പൊ എന്തായാലും പോകാൻ പറ്റത്തില്ല. ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അത് വ്യക്തികളായിരിക്കാം, അവരുടെ കരിയർ ആയിരിക്കാം, ഫിനാൻഷ്യലി ആയിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ എപ്പോഴാണോ എൻഡ് വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്താം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഇപ്പം അവർക്ക് അതിനൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അവരുടെ മുന്നിൽ ഉണ്ടാവുക. ഇനിയിപ്പം കരിയർ ബേസ് ഒക്കെയാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ചോയ്സ് വരുന്നത്, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ അവിടെ ഇൻവോൾവ് ആക്കാത്തത്? അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ മാത്രം അവർ കോൺസെൻട്രേറ്റഡ് ആകും. അവർക്ക് ആ ഒരു വർക്കിലേക്ക് അവര് കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അപ്പം നിങ്ങളെ മാറ്റി നിർത്തുകയാണെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാം, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മെമ്മറീസ് അവർ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ അവർ സ്ട്രെക്ക് ആയിട്ട് പോവാണ്, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ ഈ സിറ്റുവേഷനിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ആരും തന്നെ കൂടെ വേണ്ട, അതായത് അവർക്കൊന്നും മിണ്ടാൻ സാധിക്കുന്നില്ല, ആരെടുത്തും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അത്രയ്ക്കും സൈലന്റ് ആയിട്ട് അവരുടെ മൈൻഡ് മുഴുവൻ ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുക ചില സമയത്ത്. ഓക്കെ, ഈ സിറ്റുവേഷൻ മാറാൻ എന്തായാലും ടൈം എടുക്കുന്നതാണ്. ദ ഹയറോഫന്റ് കാർഡ് ഇവിടെ റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഇവർക്ക് ഇവിടെ ഒരു സ്റ്റെബിലിറ്റി വരികയാണെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ മാരേജ് ചെയ്യാനിരിക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുത്ത ആൾക്കാരായിക്കോട്ടെ, അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾക്കൊരു ടൈം എടുക്കും. അതിന് കാരണം അവർക്കൊരു സ്റ്റെബിലിറ്റി ഇവിടെ അത്യാവശ്യമാണ്. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ആ സിറ്റുവേഷനിൽ അവർക്കൊരു സ്റ്റെബിലിറ്റി അത്യാവശ്യമാണ്. ഇവിടെ ഒരു കുറ്റബോധത്തിന്റെ കാർഡ് വന്നിട്ടുണ്ട്.
അതായത് നിങ്ങളെടുത്ത് ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ അവർക്ക് കുറ്റബോധമുണ്ട്, പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതാണ് അവരുടെ സിറ്റുവേഷൻ. അങ്ങനെയാണ്. ഈ സിറ്റുവേഷൻ ഒന്ന് എൻഡ് ആയി പോവാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സിറ്റുവേഷൻ എന്താണോ അത് കണ്ടറിഞ്ഞ് പെരുമാറുക എന്നുള്ളതാണ്. നമുക്ക് തന്നെ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും സിറ്റുവേഷൻ എന്താണ്, ഏതാണ്, നല്ലതാണോ, നിക്കണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് തന്നെ അറിയാം. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.